ചിക്കമംഗളൂരുവിൽ മലയാളി ബാങ്ക് ജീവനക്കാരിക്ക് ഭാഷ അറിയാത്തതിന്റെ പേരിൽ അധിക്ഷേപം. കാനറ ബാങ്കിന്റെ AT ബ്രാഞ്ചിലെ ജീവനക്കാരിയാണ് പണമിടപാട് സംബന്ധിച്ച് പരാതി പറയാനെത്തിയ ഒരു സ്ത്രീ ചോദ്യം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്. കന്നഡ അറിയാത്തവർ എന്തിന് കർണാടകയിൽ ഇരിക്കുന്നു എന്ന് ചോദിച്ചായിരുന്നത്തെ തർക്കം. ಪ್ರಾಬ್ಲಮ್ ಅಲ್ಲ ಅಂತಲ್ಲ ಸರ್, ಬ್ಯಾಂಕ್ ಸ್ಟಾಫ್ ಈಗ ನನಗೆ ಇಂಗ್ಲಿಷ್ ಬರಲ್ಲ, ನನ್ನ ಅಕೌಂಟ್ ಇಂದ ಬೇರೆದಕ್ಕೆ ಹಾಸ್ಪಿಟಲ್ಗೆ ಹಾಕಕ್ ನಾನು ಅಮೌಂಟ್ ಇಟ್ಟಿರೋದು ಕಟ್ ಮಾಡಿದ್ದಾರೆ, ಏನಕ್ಕೆ ಅಂತ ಕೇಳಕ್ ಬಂದ್ರೆ ಹೇಳಕ್ಕಾದ್ರೂ ಬೇಕಲ್ವಾ? ಅದು ಅವ್ರು ಯಾವ ರೀತಿ ನನ್ನ ಹತ್ರ ಮಾತಾಡೋದು, ಮುಖ ಉರಿಸ್ಕೊಂಡು ಹಿಂಗಂತ ಮಾತಾಡಿದ್ರೆ ನಾನೇನು ಅವ್ರ ಮನೆಗೆ ಬಂದಿದ್ದೀನ ಸರ್? ಗೊತ್ತಿಲ್ಲಲ್ಲ, ಒಂದು ಕೂತಿದ್ದಾರೆ ಅಂದ್ಮೇಲೆ ಏನ್ ಮಾತಾಡ್ದೆ ಕನ್ನಡದಲ್ಲಿ ಹೇಳಿ, ನನಗೆ ಇಂಗ್ಲಿಷ್ ಬರಲ್ಲ, ಕನ್ನಡದಲ್ಲಿ ನೋ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಹೇಳಿ. ನಾವು ಮಾತಾಡಿದ್ರೆ ಏನ್ ಮಾತಾಡ್ದೆ ಮೇಡಮ್ ನಿಮ್ಮ ಹತ್ರ? ನಾನು അല്ല നിമ്മത്ര വിവരങ്ങളുമായി ശ്രീധരൻ, സമാനമായൊരു വാർത്ത നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ നിന്ന്. അതായത് ജീവനക്കാരി ഹിന്ദിയിലെ സംസാരിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നതും അവിടെ വന്ന കസ്റ്റമർ പറ്റത്തില്ല, കർണാടകയാണ് കന്നഡയിലെ സംസാരിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നതും മുഖ്യമന്ത്രി വരെ, കർണാടക മുഖ്യമന്ത്രി വരെ ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവം? ഇത് എങ്ങനെയാണ് ഈ ഒരു തർക്കം അവസാനിച്ചോ? ഇത് കുറച്ച് ദിവസം മുൻപ് ചിക്കമംഗളൂരിലെ കനറ ബാങ്കിന്റെ ശാഖയിൽ നടന്ന സംഭവമാണ്, തർക്കമാണ്. ഏതായാലും ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഈ ബാങ്കിലെത്തിയ ഇടപാടുകാരി അവരുടെ ബാങ്കിൽ നിന്ന്, അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡിഡക്റ്റ് ആയതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച ഈ ബാങ്കിലെ ജീവനക്കാരിക്ക് കന്നഡ അറിയില്ല, അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവർ മലയാളിയാണ് എന്ന് ഈ വന്ന ആൾക്ക് മനസ്സിലാവുകയും ചെയ്തു. തുടർന്നാണ് ഇവർ കന്നഡയിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്കൊക്കെ പോയത്. ഏതായാലും ഇത് കർണാടകയിൽ സ്ഥിരം സംഭവമാണ്. പ്രത്യേകിച്ച് ബാങ്കുകളിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ എത്തുന്ന കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ ഭാഷ ഇവിടെ അറിയണം, അല്ലെങ്കിൽ ആ ഭാഷയിലെ സംസാരിക്കാവൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന സ്ഥിരം സംഭവമാണ്. നേരത്തെ സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ SBIയുടെ ഒരു ബ്രാഞ്ചിൽ വലിയ തർക്കം ഉണ്ടാവുകയും പിന്നീട് ആ മാനേജറും അതുപോലെ തന്നെ വന്ന ആളും കസ്റ്റമറും തമ്മിൽ വലിയ തോതിൽ തർക്കമുണ്ടായി. മാനേജർ ഹിന്ദിയിലെ സംസാരിക്കുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ ഇത് വലിയ വിവാദത്തിലേക്കൊക്കെ പോവുകയും പിന്നീട് ആ ജീവനക്കാരിയെ സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും സമാനമായിട്ട് രീതിയിലുള്ള രംഗം തന്നെയാണ് ഈ കാനറ ബാങ്കിലും ഉണ്ടായത്. പ്രത്യേകിച്ച് ഇതൊരു കർണാടക ഒറിജിൻ ബാങ്ക് കൂടിയാണ് കാനറ ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണയായിട്ട് കന്നഡ ഭാഷ അറിയുന്ന ആളുകളെയാണ് നിയമിക്കുക. അതോടൊപ്പം തന്നെ അധികം വൈകാതെ ജോലിക്ക് ചേർന്ന് അധികം വൈകാതെ കന്നഡ പഠിക്കണമെന്നുള്ള ഒരു നിബന്ധനയൊക്കെ ബാങ്ക് വെക്കാറുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പരമാവധി ഇനി കന്നഡ അറിയുന്നവരെ ജോലിക്ക് വെക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശദീകരണമാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ വന്നിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യം കാര്യമായിട്ട് തന്നെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്.